നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണം. ചില ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ കാരണം പഴയതുപോലൊന്നും ആയിട്ടില്ല. ഡോക്ടർമാർ സർജറിയൊക്കെ പറഞ്ഞിട്ടും അതൊന്നും ചെയ്യാതെ ഇങ്ങനെ ദുആയിൽ ഒരുപാട് ഉമ്മമാർ, ഒരുപാട് ഉപ്പമാർ എനിക്ക് വേണ്ടി നോമ്പ് പിടിച്ചിട്ട് ദുആ ചെയ്തവരുണ്ട്. ഈ മഖാമിൽ വന്നിട്ട് എനിക്ക് വേണ്ടി പട്ടിട്ട ഉമ്മമാരുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാവരുടെ ദുആയിൻ്റെ ബലത്തിൽ ഞാനിങ്ങനെ പോകുന്നു. ഇൻഷാ അല്ലാഹ് ഇത് ഇപ്പോൾ തന്നെ 3-ാമത്തെ 4-ാമത്തെ പ്രസംഗം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി അൽഹംദുലില്ലാ ഒരുപാട് പരിപാടികളൊന്നുമില്ല, ചെറിയ ചെറിയ പരിപാടികൾ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ നാളെ മംഗലാപുരത്ത് ഒരു വയലുണ്ട്, സമയമുള്ളവരൊക്കെ ഒന്ന് കേൾക്കണം. പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ എല്ലാവരും വയലുകളൊക്കെ കേൾക്കുക ഇൻഷാ അല്ലാഹ്. ജനുവരിയിൽ നിങ്ങളുടെ മാണിക്കൂത്ത് എൻ്റെ തറവാടാണ്. ആദ്യമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയത് മാണിക്കൂത്ത്. അൽഹംദുലില്ലാ മാണിക്കൂത്ത് റൂസിൽ ഇൻഷാ അല്ലാഹ് ജനുവരിയിലുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാവരും പരിപാടികൾ പങ്കെടുക്കുകയും അതിനപ്പുറം ആഫിയത്തിനും ആരോഗ്യത്തിനും അൽഹംദുലില്ലാ ദീനിൻ്റെ ദഅവത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കാനും 5 നേരം അല്ലാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള ഇബാദത്തിന് തടസ്സം വരരുത്. എനിക്ക് ഏറ്റവും വിഷമം വന്നത് ഞാൻ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാൻ കഴിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്ത വേദന. അപ്പോഴാണ് ഓർക്കുന്നത് പടച്ചവന് ജുമായും കളഞ്ഞിട്ട് സിനിമ കാണാൻ പോകുന്ന ചെറുപ്പക്കാരുടെ അവസ്ഥ. എടാ പള്ളിയിൽ വെള്ളിയാഴ്ച പോലും ജുമയ്ക്ക് പോകാതെ, ജുമാക്ക് പോലും പോകാതെ കറങ്ങി നടക്കുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു സുഖമില്ലാതെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ളുഹറിൻ്റെ ബാങ്ക് വിളിക്കുമ്പോൾ വല്ലാതെ സങ്കടപ്പെടും. ആരോഗ്യമുള്ള കാലത്ത് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. അവനവൻ്റെ ശരീരങ്ങളൊക്കെ നോക്കണം. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ.